നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രീപോൾ സർവേകളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ നമ്മളൊരു അവലോകനം ചെയ്യുമ്പോൾ LDFിലെ മന്ത്രിമാരെല്ലാം തോൽക്കാനുള്ള സാധ്യതയാണ്. വളരെ കൂടുതൽ പേര് തോൽക്കാനുള്ള സാധ്യതയാണ് നമ്മൾ സർവേ നടത്താൻ പോയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അതായത് CPMലെ മന്ത്രിമാർ എല്ലാം ഇപ്പോൾ നമ്മൾ ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമ്മുടെ സർവേ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ സർവേ പുറത്ത് വന്നതാണ്. ഈ മന്ത്രിമാരൊക്കെ തോക്കുമെന്നുള്ളതും പുറത്ത് വന്നിട്ടുള്ളതാണ്. അപ്പം നമ്മൾ അതിനെ വിശകലനം ചെയ്യുമ്പോൾ ശരിക്കും തിരുവനന്തപുരം ജില്ലയിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരേ മന്ത്രി നമ്മുടെ ലിസ്റ്റ് അനുസരിച്ച് GR അനിലാണ്. അദ്ദേഹത്തിന് അത് നല്ല ടാർഗറ്റ് ഉണ്ട്. സിവിൽ സപ്ലൈസ് മന്ത്രി CPI നേതാവാണെന്നുള്ളത്. അപ്പം തോൽക്കുന്നത് ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പിന്നിലാണ്. അവിടെ നേമത്ത് രാജു ചന്ദ്രശേഖർ തന്നെയാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ പിന്നെ മറ്റേതെങ്കിലും മന്ത്രിമാർ ജയിക്കാൻ സാധ്യത അല്ലെങ്കിൽ തോൽക്കാൻ സാധ്യതയുള്ളതായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല. കൊല്ലത്തേക്ക് പോവാം. കൊല്ലത്ത് ചെല്ലുമ്പോൾ കൊല്ലത്ത് നിങ്ങൾ നേരിട്ട് പോയതാണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ചടയമംഗലം ചിഞ്ചുറാണി അവിടെ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നസീർ എന്ന് പറയുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി അവിടെ മത്സരിക്കുന്നത് അദ്ദേഹം നാട്ടുകാരനാണെന്നാണ് തോന്നുന്നത്, അവിടുത്തുകാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം കഴിഞ്ഞ 5 വർഷം അതിന് മുമ്പ് അദ്ദേഹം മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു കഴിഞ്ഞ. അപ്പോൾ അദ്ദേഹം അവിടെ 5 വർഷം കൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആളുടെ മാത്രം എനിക്ക് നാട്ടുകാരൻ ചിഞ്ചുറാണി നില നാട്ടുകാരിയല്ല, അവർ കൊല്ലം സ്വദേശിയാണെന്ന് തോന്നുന്നു. ഈ അവിടെ അദ്ദേഹം വളരെ സജീവമാണ്. ചടയമംഗലത്ത് അവിടെ നേരത്തെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ള 2001 പ്രയാർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന് ശേഷം അവിടെ ആരും ജയിച്ചിട്ടില്ല. ഇതിന് മുമ്പ് ജയിച്ചില്ല. പിന്നെ ഈ മണ്ഡലം പുനർനിർണ്ണയം വന്നല്ലോ. പുനർനിർണ്ണയം വന്നു. വേറെ അതിൻ്റെ രൂപം മാറിക്കാണും തീർച്ചയായും. അതെ. പിന്നെ ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ കൊട്ടാരക്കര ബാലഗോപാൽ. മത്സരം കടുപ്പമാണ്. നമ്മുടെ സർവേ ഫലം അനുസരിച്ച് പിന്നെ ഐഷാപോറ്റിക്കാണ് മുൻതൂക്കം. മത്സരം കടുപ്പമാണ്. നമ്മൾ ഈ പറഞ്ഞ ഒരു തരംഗം, ആ തരംഗത്തിനുള്ളിൽ പെട്ടുപോയ ബാലഗോപാൽ തോക്കും. അപ്പോൾ CPMന്റെ രണ്ടാമത്തെ മന്ത്രിയാണ് തോക്കാൻ പോകുന്നത്. പിന്നെ ഒന്നുള്ളത് പത്തനാപുരം ഗണേഷ് കുമാറാണ്. അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സർവേ ഫലം അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു നമ്മുടെ സർവേ ഫലത്തിൽ മാത്രമേ ഗണേഷ് പരാജയപ്പെടുമെന്ന് പറയുന്നുള്ളൂ. അത് നമ്മളെ ഫീൽഡ് സർവേ നടത്തിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ആളുള്ളവർ നമ്മൾ നേരിട്ട് ഇടപഴകി വന്നപ്പോൾ ആളുടെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കട്ടെ. കാര്യം നമ്മൾ ഒരു വോട്ടിങ് നമ്മൾ കാണുന്നില്ലല്ലോ, എങ്കിൽ പോലും നമ്മൾ ആളുകൾ സംസാരിക്കുമ്പോഴും അവസാനം നമ്മളിപ്പോൾ ശതമാനക്കണക്ക് പുറത്ത് വിടുമ്പോഴൊക്കെ തന്നെ ഗണേഷ് കുമാർ പിന്നിലാണ് അവിടെ. അതും വലിയ വോട്ടുകൾക്ക് പിന്നിലാണ്. അവിടെയാണ് അതിൻ്റെ ഏറ്റവും ഈ പറഞ്ഞതുപോലെ നമ്മുടെ നേരത്തെ എം നസീറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെയും സംഭവിച്ചത് ജ്യോതികുമാർ ചാമക്കല കഴിഞ്ഞ 5 വർഷം കൊണ്ട് അവിടെ തമ്പടിച്ച് അദ്ദേഹം അവിടുത്തുകാരനായി മാറി. അത് മാത്രമല്ല, ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് നല്ല മന്ത്രിയാണ്. സമീപകാലത്തിൽ അവസാന കാലഘട്ടങ്ങളിൽ വന്ന ഒരു വിവാദങ്ങൾ അത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു എന്താ പറയുന്നത് മൈനസ് മാർക്ക്. മാത്രമല്ല നമ്മുടെ കേരളത്തെ ജനങ്ങളെ ഒരു മാനസികാവസ്ഥ വെച്ച് ഒരാൾ അഴിമതിക്കാരനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ പരിധിയിലാകാൻ സാധിക്കും. പക്ഷേ ഈ സ്ത്രീ പ്രശ്നമൊക്കെ വരുമ്പോൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ആൾ അങ്ങോട്ട് അംഗീകരിക്കില്ല. കാര്യം അത് തുടർച്ചയായി സംഭവിക്കുന്നുള്ളിടത്താണ്. ആദ്യത്തേതല്ല, പലതവണ സംഭവിച്ചു എന്നുള്ളതൊക്കെ വരുമ്പോൾ അതൊരു അത്ര നല്ല രീതിയിലായിരിക്കില്ല എടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കും. പിന്നെ പത്തനംതിട്ടയിലോട്ട് വരുമ്പോൾ CPMന്റെ വീണ ജോർജ് ഏതാണ്ട് തോൽവി ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് വീണ ജോർജിൻ്റെ കാര്യത്തിൽ. അപ്പോൾ CPMന്റെ ഒരു മന്ത്രി കൂടെയാണ് അവിടെ തോക്കാൻ പോകുന്നത്. പിന്നെ ഉള്ളത് കോട്ടയം വാസവന്റെ കാര്യത്തിലും നമ്മുടെ സർവേയിലനുസരിച്ച് വാസവന്റെ കാര്യത്തിലും അദ്ദേഹം തോക്കുമെന്നൊരു റിപ്പോർട്ടാണ് നമ്മുടെ സർവേ സൂചിപ്പിക്കുന്നത്. വാസവൻ വളരെ ജനകീയനായ ഒരാളാണ് അവിടെ. ഈ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല, എങ്കിൽ പോലും നമ്മുടെ സർവേ അടിസ്ഥാനത്ത് നോക്കുമ്പോൾ അദ്ദേഹം പരാജയപ്പെടാൻ തന്നെയാണ്. അതുപോലെ പക്ഷേ അതേസമയം തന്നെ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, അദ്ദേഹത്തിന് ഒരു ജയസാധ്യതയല്ലേ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ക്യാബിനറ്റ് റാങ്കുള്ള ആളാണല്ലോ, മന്ത്രി തുല്യമാണല്ലോ അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വലിയൊരു കുടുംബ പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ K നാരായണക്കുറുപ്പ്, അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർ മന്ത്രിയായിരുന്നു, ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ആളാണ്. അവർ വലിയൊരു കുടുംബമാണ്, വാഴൂരുകാരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പഴയ വാഴൂരിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കാഞ്ഞിരപ്പള്ളി. ഇപ്പോഴത്തെ പഴയ കാഞ്ഞിരപ്പള്ളി അല്ലേ ഇത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുബലവും ആ ഒരു വ്യക്തിബന്ധങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഒന്നും പറയാനൊന്നുമില്ല. അദ്ദേഹം പൊതുവെ ഒരു പഴയ കാഞ്ഞിരപ്പള്ളിയുടെ കുറച്ച് ഭാഗം പൂഞ്ഞാറിലോട്ട് പോയി. അതാണ് ഈ വാഴൂര് തരത്തിലൊരു മണ്ഡലം ഉണ്ടായിരുന്നല്ലോ. വാഴൂര് മണ്ഡലത്തിൻ്റെ പകുതി ഭാഗവും എനിക്ക് തോന്നുന്നു ചങ്ങനാശ്ശേരിയുടെ കുറച്ച് ഭാഗം കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം അവിടെ ചീഫ് വിപ്പ് ജയരാജ് ജയിക്കാനുള്ള സാധ്യത നമ്മുടെ സർവേയിൽ ഉണ്ടായിരുന്നു. ഇടുക്കിയാണ്. ഇടുക്കി റോഷി അഗസ്റ്റിന് നമ്മുടെ സർവേ പ്രകാരം ഒരുപാട് പിന്നിലാണ്. മണ്ഡലത്തിൽ മണ്ഡലം ആസകലം
ഒരു പുള്ളിക്ക് എതിരായിട്ട് തുടർച്ചയായി എത്ര 4 തവണ അങ്ങോട്ട് ജയിച്ച ആളല്ലേ? 5 തവണ ജയിച്ച ആൾ, 5 തവണ തുടർച്ചയായി ജയിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം അത് ഇടതുപക്ഷത്ത് നിന്നും കഴിഞ്ഞ 2 ടേമും ഇപ്പം വലതുപക്ഷത്ത് നിന്നുകൊണ്ട് പിന്നെ വലതുപക്ഷത്ത് നിന്ന് കൂടുതൽ സമയം, ഇടതുപക്ഷത്ത് കഴിഞ്ഞ ടൈം മാത്രമേ ഉള്ളൂ, കഴിഞ്ഞ ടൈം ജയിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എറണാകുളത്തേക്ക് പോയാൽ പി രാജീവ് നമ്മുടെ സർവേ പ്രകാരം ജയിക്കുന്ന ആളാണ്, മുൻതൂക്കമുണ്ട് അദ്ദേഹത്തിന്. നമ്മുടെ സർവേയിൽ പി രാജീവ് വിജയം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ മത്സരം അവിടെ വളരെ ടൈറ്റാണ്. അതുപോലെ പിന്നെ നമ്മൾ വരുമ്പോൾ എറണാകുളത്തു നിന്ന് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഒല്ലൂരിൽ കെ രാജൻ ജയിക്കുന്ന നമ്മുടെ സർവേ പ്രകാരം രാജൻ ജയിക്കുന്നു. ഡോക്ടർ ബിന്ദു തോറ്റു പോകുമെന്നുള്ളതാണ് നമുക്ക് കിട്ടിയ നമ്മുടെ സർവേ ഫലം പ്രകാരം. ഡോക്ടർ ബിന്ദു തോറ്റുപോകും എന്നുള്ളതാണ്. പിന്നെ പാലക്കാട് എം പി രാജേഷിനും കടന്നു കൂടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലം ഇന്നലെ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പം കൃഷ്ണൻകുട്ടി തോറ്റുപോകുമെന്ന് പറഞ്ഞു അത് നമുക്ക് വന്ന ഒരു നാവുവഴിയാണ്. കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലത്തിൽ ഇപ്പം മുരുകദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ആ മണ്ഡലവും കൈവിട്ടു പോകും എന്നുള്ളതാണ്. ജനതാദളിൻ്റെ മണ്ഡലമാണ്, അത് കൈവിട്ടു പോകുമെന്നുള്ളതാണ് അതിനകത്തു നിന്നുള്ള ഒരു. പിന്നെ അബ്ദുറഹ്മാൻ കായിക മന്ത്രി അത് മലപ്പുറം ജില്ലയിൽ. ഇപ്പം അദ്ദേഹം തിരൂരല്ലേ മനസ്സിലായി, താനൂരിൽ നിന്ന് തിരൂരിലേക്ക് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലവും തോറ്റുപോകും എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ തന്നെ CPIയുടെ മന്ത്രിമാരുള്ളത് എവിടെയായിരുന്നു? ഒല്ലൂർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് OR കേളു വയനാട്ടിലെ മന്ത്രി. അദ്ദേഹത്തിനും പരാജയമാണ് പറയുന്നത്. അതേസമയം മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ അദ്ദേഹം ജയിക്കും എന്നുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. അദ്ദേഹം ജയിക്കുന്നുണ്ട്. പിന്നെ പിണറായി വിജയനെ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, അദ്ദേഹം ജയിക്കുന്നത്. പിന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ തോറ്റുപോകുമെന്നുള്ളതാണ് നമ്മുടെ സർവേ പ്രകാരം വന്നിരിക്കുന്നത്. പിന്നെ എലത്തൂരിൽ ശശീന്ദ്രൻ ജയിക്കും. സത്യത്തിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ, ശശീന്ദ്രൻ, പിണറായി വിജയൻ ഈ വന്ധ്യവയോധികർ 80 ദിവസം കഴിഞ്ഞവരാണ്. കാരണം സത്യത്തിൽ ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനേ പാടില്ലാത്ത ആൾക്കാർ. ഇവർ പരിപാടി മതിയാക്കി കരയ്ക്ക് കയറേണ്ട ആൾക്കാരാണ്. കാരണം ശശീന്ദ്രനൊക്കെ ഭയങ്കര അനാരോഗ്യമാണ്. കടന്നപ്പള്ളിക്കും അതുപോലെ തന്നെയാണ്. പിണറായി വിജയൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നമുക്കറിയാം. ഈ 3 പേർക്കും നടക്കാൻ പോലും കഴിയാൻ വയ്യാത്ത ആൾക്കാരാണ്. അത് ആ ഇത്രയും പ്രായത്തിൻ്റെ അവശതയുള്ള ഇവർ ഇപ്പോഴും പൊതുവേദികളിൽ പോയി നിന്ന് പ്രസംഗിക്കാതെ പിണറായിയൊക്കെ സമ്മതിച്ചു കൊടുക്കും. ഇവരെ ജയിച്ച് വന്നാലുള്ള അവസ്ഥ അടുത്ത 5 വർഷം കഴിയുമ്പോഴത്തേക്ക് 87 വയസ്സാകുമ്പോൾ അതാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആവണം പിണറായി മന്ത്രിസഭയിലെ 10 മന്ത്രിമാർ തോക്കട്ടെ എന്ന് ജനം വിലയിരുത്തുന്നത്. മന്ത്രി സജി ചെറിയാൻ ജയിക്കും ആലപ്പുഴ. ആലപ്പുഴ സജി ചെറിയാൻ ജയിക്കും. നമ്മൾ ആലപ്പുഴ ഇല്ല വിട്ടുപോയി. അതുപോലെ പി പ്രസാദ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രിയാണ്. പി പ്രസാദ് ജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ 10 മന്ത്രിമാർ പിണറായി മന്ത്രിസഭയിലെ തോൽക്കും എന്നുള്ള ഒരു സർവേ ഫലങ്ങളാണ്. നമുക്ക് ഈ ലിസ്റ്റ് മൊത്തം പരിശോധിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, CPM മന്ത്രിമാരെ അപേക്ഷിച്ച് CPI മന്ത്രിമാരാണ് എണ്ണത്തിൽ കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ സർവേയിൽ. അല്ല, അവരുടെ ഒരു മന്ത്രിയെ തോക്കുന്നുള്ളൂ. അതെ, അവരുടെ ഈ പറയുന്ന ചിഞ്ചുറാണി മാത്രമേ തോക്കുന്നു. അതെ, ബാക്കി അവരുടെ 3 മന്ത്രിമാരും ജയിക്കുന്നുണ്ട്. അപ്പം അതുപോലെ അടൂര് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ജയിച്ചു. പക്ഷേ അദ്ദേഹം മത്സരരംഗത്തു നിന്ന് മാറിയതോടെ അടൂരും ഇവർക്ക് കട്ടപ്പോയായിട്ട് വന്നു. എന്തായാലും ഈ സർവേ ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശകലനമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ഇതിൽ ചില ആൾക്കാർ ജയിച്ചേക്കാം, ഇപ്പം നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞ ചില ആൾക്കാർ തോറ്റുപോയേക്കാം. എന്തായാലും ശരി, പിണറായി മന്ത്രിസഭയിൽ പിണറായിയുടെ സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് സർവേ ഫലം.